GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. UAE തുടരുന്ന പൊതുമാപ്പ് നടപടികൾ 2 ആഴ്ച പിന്നിടുമ്പോൾ വിസ നിയമവിധേയമാക്കി രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിവിധ കമ്പനികളിലായി 4000-ലധികം തൊഴിൽ അഭിമുഖങ്ങൾ നടന്നതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വെളിപ്പെടുത്തി. ഈ തൊഴിൽ അഭിമുഖങ്ങളിൽ 58 പേർക്ക് പുതുതായി തൊഴിൽ ലഭിച്ചു. ഓരോരുത്തരുടെയും യോഗ്യതയും പ്രവൃത്തി പരിചയവും അടിസ്ഥാനമാക്കിയാണ് വിവിധ തസ്തികകളിൽ തൊഴിൽ ലഭിച്ചത്. വിവിധ കമ്പനികളുമായി സഹകരിച്ച് അൽ അവീർ പൊതുമാപ്പ് കേന്ദ്രത്തിലാണ് ജോബ് ഇൻ്റർവ്യൂകൾ നടന്നത്. വിസ നിയമലംഘകരെ പൊതുമാപ്പിൻ്റെ പ്രയോജനം ഉപയോഗപ്പെടുത്തി രാജ്യത്ത് തുടരാൻ വീണ്ടും അവസരം ഒരുക്കുകയാണ് ഇതുവഴി ചെയ്യുന്നതെന്ന് GDRFA വ്യക്തമാക്കി. 22 കമ്പനികളാണ് നിലവിൽ തൊഴിൽ നൽകാൻ മുന്നോട്ട് വന്നത്. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. സ്വകാര്യ മേഖലകളിൽ തൊഴിൽ നേടിയ സ്വദേശികളുടെ എണ്ണം 1.14 ലക്ഷം കവിഞ്ഞു. 2021 നാഫിസ് പ്രോഗ്രാം നടപ്പിലാക്കിയ ശേഷം സ്വകാര്യ കമ്പനികൾ ജോലിക്കെടുത്ത 81,000 ഇമറാത്തികളും ഇതിൽ ഉൾപ്പെടും. ഇമറാത്തി ടാലൻറ്റ് കോമ്പറ്റേറ്റീവ്നെസ് കൗൺസിലാണ് പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ നാഫിസ് പ്രോഗ്രാം ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. 3 വർഷത്തിനിടെ 21,000-ലധികം സ്വകാര്യ കമ്പനികളിൽ ഇമറാത്തി പൗരന്മാരുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നതിൽ സംഭാവന നൽകുന്നതിനായി നിരവധി നിർമ്മാണപരമായ സഹകരണത്തിന് ഇമറാത്തി ടാലൻറ്റ് കോമ്പറ്റേറ്റീവ്നെസ് കൗൺസിൽ മുൻകൈയെടുത്തിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിൽ പുതിയ വാണിജ്യ രജിസ്ട്രേഷൻ വ്യവസ്ഥകൾക്ക് ഇന്നലെ ചേർന്ന സൗദി മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതോടെ സ്ഥാപനങ്ങൾക്ക് രാജ്യത്താകെ ഒറ്റ വാണിജ്യ രജിസ്ട്രേഷൻ മതിയാകും. ഒരു ട്രേഡ് ലൈസൻസിൽ രാജ്യത്തെവിടെയും പ്രവർത്തിക്കാനാകും. ബ്രാഞ്ചുകൾ തുറക്കാനാകും. വ്യാപാര നിയമത്തിൻ്റെ രജിസ്ട്രേഷനും സംരക്ഷണത്തിനും പുതിയ നിയമങ്ങൾ നിജപ്പെടുത്തിയിട്ടുമുണ്ട്. വാണിജ്യ രജിസ്ട്രേഷനും ട്രേഡ് നെയിമും സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ പരിഷ്കരിച്ചത് കച്ചവടം സുഗമമാക്കുന്നതിനും വാണിജ്യ സ്ഥാപനങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതാണെന്ന് വാണിജ്യമന്ത്രി മാജിദ് ബിൻ അബ്ദുള്ള അൽ ഖസബി അറിയിച്ചു. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി.